എന്തെങ്കിലും ആഘോഷം വന്നു കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ഇതാദ്യമായിട്ട് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് മൈലാഞ്ചി ഇടാൻ പോവാണ്. ചില പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. കുഞ്ഞ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ മൈലാഞ്ചി ഇട്ട് നോക്കാൻ പോവാണ്. സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് വെറും 10 രൂപയുള്ളൂ ഈ ഒരു കുഞ്ഞ് സ്റ്റിക്കറിന്. അപ്പോൾ എന്തായാലും ഒരു എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ എൻഗേജ്മെൻറ്റ് നമ്മളൊരു കുഞ്ഞൊരു മെഹന്തി ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്ന് എന്നോട് മെഹന്തി ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കാനായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം കലാവിരുത് പുറത്തെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇതായി മൈലാഞ്ചി ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഡോളർ മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ എത്ര പരിപാടിയും പിന്നെ തെക്ക് നിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നന്നായി കിട്ടണമല്ലോ, കാരണം നാളെ എൻഗേജ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരെണ്ണം നല്ല കറക്റ്റായിട്ട് വന്നപ്പോൾ പിന്നെ മറ്റേത് ചെടപടേന്നായിരുന്നു. അപ്പോൾ ഇത് പിന്നെ നമ്മളിത് ഒന്നിങ്ങനെ വരണ്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിത് മെല്ലെ സ്റ്റിക്കർ ഇത് അങ്ങനെ പറിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര കാര്യമായിട്ട് മെഹന്തിയുടെ ഇഷ്ടമുള്ള കൂട്ടത്തിലില്ല, അതുകൊണ്ടാണ് ചെറിയ സ്റ്റിക്കറിൽ ഒതുക്കിയത്. പിന്നെ പറിച്ചെടുത്തപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞ് ഡിസൈൻ. സ്റ്റിക്കറിൽ പശ പോണായിട്ട് മുന്നേ ബാക്കി കുഞ്ഞു കൈകളിൽ കൂടി ആ മെഹന്തി ഇട്ട് കൊടുത്തിട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സിമ്പിൾ സ്റ്റിക്കർ മെഹന്തി. സംഭവം കലക്കിയിട്ടുണ്ടല്ലേ.